അതെ, ഇന്നത്തെ ഉച്ചയൂണിന് എന്താ സ്പെഷ്യൽ നോക്കിയാലോ? കരിമീൻ. കണ്ണൂരിൽ ഇതിന് ഇരുമീൻ എന്നും കൂടി പറയാറുണ്ട് കേട്ടോ. ഇത് വൃത്തിയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എൻ്റെ കൈക്ക് നല്ല പണി കിട്ടും. അതുകൊണ്ട് ഏട്ടനൊന്ന് ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. കരിമീൻ നല്ല ടേസ്റ്റ് ആണെങ്കിലും ഇതിൻ്റെ ക്ലീനിങ് എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ്. കൈയൊക്കെ നന്നായിട്ട് മുറിയും. അതുകൊണ്ടാണ് ഏട്ടനൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നത്. ഞാനപ്പോഴേക്കും മസാലക്കൂട്ടിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ കൂടി വൃത്തിയാക്കി എടുക്കാൻ നിന്നു കേട്ടോ. കരിമീൻ പോലെയുള്ള ഇങ്ങനത്തെ ഫിഷിനൊക്കെ നല്ല പോലെ മസാലക്കൂട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി കറിവേപ്പില മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അങ്ങനെയുള്ള എല്ലാതും കൂടി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായി വൃത്തിയാക്കിയതിലേക്ക് ഈ മസാല തേച്ച് പിടിപ്പിക്കണം. കൈ നല്ലോണം ശ്രദ്ധിച്ചോളൂ. നല്ല മുള്ളുള്ള ഫിഷാണ് കേട്ടോ. എനിക്ക് പേടിയാണ് ഇങ്ങനെയുള്ളതിലൊക്കെ ഈ മസാല തേച്ച് പിടിപ്പിക്കാനൊക്കെ. അപ്പോൾ നമ്മൾ ഉൾഭാഗത്തും എല്ലായിടത്തുമൊക്കെ മസാല പിടിപ്പിച്ച് പിന്നെ ഞാൻ ചെറുനാരങ്ങ പിഴിയാൻ മറന്നുപോയി. അപ്പോൾ വീണ്ടും ഒന്നും കൂടി ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞ് അത് നന്നായിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണയിലാണ് നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഉച്ചത്തേക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കണേ. ചെറിയ തീയിൽ നല്ല പോലെ രണ്ട് സൈഡും നന്നായി മുരിച്ചെടുക്കണേ. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് കുഞ്ഞുമത്തി മുളക് ഇട്ട് വറ്റിച്ചതും കരിമീൻ പൊരിച്ചതും നാരങ്ങ അച്ചാറൊക്കെ ആയിരുന്നു. അതൊക്കെ കൂട്ടി നല്ലൊരു ഉച്ചയൂണാണ് ഇന്ന് കഴിച്ചത്. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.